മഹത്വമുള്ള പദവിയെ പുഴുക്കൾ കരുളാനിത്ര മഹത്വമുള്ള പദവിയെ ഇപ്പുഴുക്കൾ കരുളാൻ പാത്രത ഏതുമില്ല. നിന്റെ കൃപയത്ര വിചിത്രമഹോ, പാത്രത ഏതുമില്ല. നിന്റെ കൃപ എത്ര വിചിത്രമഹോ. നീ ഒഴികെ ഞങ്ങൾക്ക് സുരലോകെ ആരുള്ളു ജീവനാഥ. നീ ഒഴികെ ഞങ്ങൾക്ക് സുരലോകെ ആരുള്ളു ജീവനാഥ. നീ ഒഴികെ ഇഹത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പരനേ. നീ ഒഴികെ ഇഹത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പരനേ. വന്ദനമേശു പരാ, നിനക്കെന്നും വന്ദനമേശു പരാ. വന്ദനം യേശു പരാ, നിനക്കെന്നും വന്ദനമേശു പരാ. വന്ദനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിലവിലോ ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവായി വന്ദനം. ഹല്ലേലൂയ. നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട് അവന്റെ നാമത്തെ ഒന്ന് വാഴ്ത്തിക്കാട്ട്. അവന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ഇന്ന് രാവിലെ നന്ദിയോട് 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 ഇത്ര മഹത്വമുള്ള പദവി ഈ പുഴുക്കൾക്ക് നൽകി തന്ന, ഹല്ലേലൂയ, യോഗ്യതയില്ലാത്ത നമുക്ക് നൽകി തന്ന കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, നല്ല സമയത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഒരു ഞായർ പകലൂടെ കാണുവാൻ, അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ, അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഏകാഗ്രതയോട് അങ്ങയുടെ സന്നിധിയിലായിരുന്നു അങ്ങയുടെ നാമത്തെ വാഴ്ത്തുവാൻ, പുകഴ്ത്തുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്താട്ട്. അങ്ങയുടെ തിരുമേശ ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. പ്രാഗൽഭ്യത്തോടും വിശുദ്ധിയോടും കൂടെ അതിൽ നിന്ന് കൈനീട്ടുവാൻ, പങ്കെടുപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ശുശ്രൂഷ ആദിയോടൊന്നും അങ്ങയുടെ ദാസന്മാരെ അങ്ങയുടെ ആത്മാവ് തന്നെ നിയന്ത്രിക്കേണ്ടതിന് അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങയുടെ മക്കൾക്കായി സ്തോത്രം, അങ്ങയുടെ ദാസന്മാർക്കായി സ്തോത്രം, വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യം എത്രയോ വലുതെന്ന് ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. പീഡനത്തിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ സഭയ്ക്കായി സ്തോത്രം. വിശ്വാസത്തിന് വേണ്ടി അടിയുറച്ച് നിൽപ്പാനുള്ള ദൈവകൃപ ഉയർത്തും ദാനം ചെയ്യേണ്ടതിന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ഇന്ന് രാവിലെയും സകലത്തിലും അങ്ങയുടെ നാമം മാത്രം ഉയർന്നിരിക്കണമേ. അങ്ങയുടെ നാമത്തിന് വിരുദ്ധമായ ഒരു ശക്തിയും ഒരു നാമവും ഉയരുവാനിടയാകരുതേ. ഇന്ന് രാവിലെ ആദിയോടൊന്നും അങ്ങയുടെ ആത്മാവ് തന്നെ സകലത്തെയും നിയന്ത്രിക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഉറപ്പോടും വിശ്വസ്തയോടും കൂടി അവയെ സേവിപ്പാൻ കൃപ ചെയ്യണം. സകലത്തിലും അങ്ങയുടെ നാമം മാത്രം ഉയരട്ടെ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവദാസന്മാർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വന്ദനം ചൊല്ലുന്നു. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വാക്യപ്രതിവാക്യമായി വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ശേഷം ചില ഗാനങ്ങൾ പാടി കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം. സാം നമ്പർ 96, 96-ാം സങ്കീർത്തനം. 96-ാം സങ്കീർത്തനം. സാം നമ്പർ 96 വായിക്കുന്നു. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവീൻ. ജാതികളുടെ ഇടയിൽ അവൻ്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ അവൻ്റെ അത്ഭുതങ്ങളും വിവരിക്കുവീൻ. ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികളത്രേ, യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു.
ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുക്കുവിൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുക്കുവിൻ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിക്കുവിൻ. സകല ഭൂവാസികളുമായുള്ളവരെ അവൻ്റെ മുമ്പിൽ നടുങ്ങുവിൻ. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രം അതിൻ്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. ചേർന്ന് വായിക്കാം. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ. അവൻ ഭൂമിയെ വിധിക്കുവാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നത്, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവീൻ. യഹോവയ്ക്ക് പാടി അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. നാൾതോറും അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവീൻ. സകല ഭൂവാസികളുമായുള്ളവരെ എന്ന് പറഞ്ഞു തുടങ്ങി. പക്ഷേ രക്ഷയെ പ്രസിദ്ധമാക്കുന്നത് നമ്മളാണ്. മക്കളാക്കി തീർത്തവർക്ക് മാത്രമേ രക്ഷയെ പ്രസിദ്ധമാക്കാൻ സാധിക്കുകയുള്ളൂ. സകല ഭൂവാസികൾക്കും അത് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ മക്കളെന്ന പദവിയോട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന നമുക്ക് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവാൻ, അവിടുത്തെ പാടി സ്തുതിപ്പാൻ. കാരണം എന്താ? അവൻ മഹത്വവാനായ ദൈവമാണ്. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അവൻ സ്തുതിക്കുവാൻ യോഗ്യനായ ദൈവമാണ്. അവൻ ഭയപ്പെടുവാൻ യോഗ്യനായ ദൈവമാണ്. അവൻ ജീവനുള്ള ദൈവമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവന് തക്ക മഹത്വം കൊടുക്കണം. പിന്നെ തിരുമുൾ കാഴ്ചയായി അവൻ്റെ പ്രാകാരങ്ങളിൽ ചെല്ലണം. പിന്നെ അവനെ നമസ്കരിക്കണം. എങ്ങനെ നമസ്കരിക്കുന്നേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ മുമ്പിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞ് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ പുതിയ നിയമ വേർഷനാണ് നമസ്കാരം, നമസ്കാരം, നമസ്കാരം. അത് ഹൃദയത്തിൽ നിന്ന് തുടങ്ങണം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ അവനെ നമസ്കരിച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ചില ഗാനങ്ങൾ പാടുമ്പോൾ അവിടുത്തെ സ്നേഹവും അവിടുത്തെ രക്ഷയും അവിടുന്ന് നമുക്ക് വേണ്ടി എന്തായി തീർന്നു എന്നുള്ളതും ഓർത്തുകൊണ്ട് നമ്മൾ ആദ്യം പാടുവാൻ പോകുന്ന പാട്ട് അതാണ്. എൻ്റെ കാലിനെ സ്തുതിക്കും ഞാനെന്നും സ്തുതിക്കും ഞാൻ, സ്തുതിക്കും യോഗ്യനായ യേശുവിനെ. രണ്ടാമത്തെ സ്റ്റാൻസ, ഉയരത്തിൽ നിന്ന് തൻ്റെ കൈ നീട്ടി പെരുവെള്ളത്തിൽ തന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എൻ്റെ ആത്മാവിനെ അവൻ വിടുവിച്ചു. അതാ ആരെ? ഈ ബലമുള്ള ശത്രു. ഹല്ലേലൂയ. പിശാചിന്റെ കെണിയിൽ അകപ്പെട്ടിരുന്ന നമ്മെ, പാപത്തിന്റെ ചേറ്റിലായിരുന്ന നമ്മെ അവന്റെ ബലമുള്ള കൈ കൊണ്ട് പിടിച്ച് ഉയർത്തി. സങ്കീർത്തനത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഉറപ്പുള്ള പാറവേൽ നിർത്തി യമനത്തെ സ്ഥിരമാക്കി വായിൽ പുതിയൊരു പാട്ട് തന്ന ദൈവത്തെ രാവിലെ നമുക്ക് സ്തുതിക്കാം. ഹൃദയത്തിൽ ഉരുത്തിരിയുന്ന സ്തോത്രങ്ങൾ, സ്തുതികൾ പാട്ടുകളായി, ആരാധനയായി ദൈവസന്നിധിയിൽ അർപ്പിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കാൽകളെ കലമാൻ പേടയ്ക്കു തുല്യമാക്കി നടത്തുന്നവൻ, എന്റെ കാൽകളെ കലമാൻ പേടയ്ക്കു തുല്യമാക്കി നടത്തുന്നവൻ, എന്റെ കിരികളിൽ നിൽക്കുവാനാകുന്നു രക്ഷയും പരിചയം നൽകിടുന്നു. എന്റെ കിരികളിൽ നിൽക്കുവാനാകുന്നു രക്ഷയും പരിചയം നൽകിടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ
രാവിലെ കർത്താവേ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you Lord, 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 thank you Lord. Hallelujah, 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 hallelujah. Praise you Lord, 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 praise you Lord. ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വിവരിക്കുവീൻ. എന്താ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതം? അത് ഈ കാലത്തെ എന്തെങ്കിലും ഒരു ഭൗതിക വിഷയമല്ല. അത്ഭുതം കർത്താവ്, ഏറ്റവും വലിയ അത്ഭുതം നികൃഷ്ടപാപിയായിരുന്ന എന്നെയും നിങ്ങളെയും അവിടുന്ന് വീണ്ടെടുത്തു തന്നെയാണ്. അതാണ് പൗലോസ് അത്ഭുതപ്പെടുന്നത്. ലേഖനങ്ങളിൽ അപ്പോസ്തലന്മാർ അത്ഭുതപ്പെടുന്നത് അതാ. എന്നെ രക്ഷിപ്പാൻ ഞാൻ എന്തുള്ളൂ? ആ രക്ഷയെ ഓർത്തെങ്കിൽ മാത്രമേ ജെന്യുവിനായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ആരാധിപ്പാൻ നമുക്ക് കഴിയുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് ക്രൂശിൽ പൂർത്തിയാക്കിയ അവന്റെ രക്ഷണ പ്രവൃത്തി അത് പരിപൂർണമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ ഇനി പാടാൻ പോകുന്ന പാട്ടിൻ്റെ ഓരോ സ്റ്റാൻസയും വിശ്വസിച്ചുകൊണ്ട് പാടണം. ഒന്നാമത്തെ സ്റ്റാൻസ് ഇപ്രകാരമാണ്: പാപവും അതിൻ്റെ ഫലമാം ശാപങ്ങളെല്ലാം ക്രൂശിലേറ്റ തൻ്റെ സ്നേഹത്തെ ഞാൻ ഓർത്ത് നന്ദിയോട് നിന്നടി ഞാൻ വണങ്ങും. ഒരു വേരും ശേഷിപ്പിക്കാതെ അവിടുന്ന് എന്നെ രക്ഷിച്ചതാ. നിങ്ങളെ എന്നെ എങ്ങനെയാണ് രക്ഷിച്ചേ? എന്തെങ്കിലും റൂട്ടോ വേരോ വല്ലതും ഉണ്ടോ? ഇനി ഇല്ല. അവൻ്റെ രക്തത്തിൻ്റെ ശക്തിക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു ശക്തിയില്ല. അത് മനസ്സിലാക്കി വേണം കർത്താവിനെ സ്തുതിപ്പാൻ. അവൻ്റെ രക്തത്തിൻ്റെ ശക്തിയെ വില കുറച്ച് കണ്ടാൽ അതിനേക്കാൾ ശാപകരമായ മറ്റൊന്നുമില്ല. അവൻ്റെ പുത്രനെ എനിക്ക് വേണ്ടി തന്നത് ഞാനിപ്പോൾ രക്ഷ എൻ്റെ പ്രവൃത്തിയിലൂടെ കരഗതമാക്കാൻ അല്ല, മറിച്ച് അവൻ്റെ രക്തത്തിൻ്റെ ശക്തിയിൽ ആശ്രയിപ്പാനാണ്. പാപവും അതിൻ്റെ ഫലമായ എല്ലാ ശാപങ്ങളെയും ക്രൂശിന്മേൽ തൻ്റെ രക്തത്താലും തൻ്റെ യാഗമരണത്താലും തുടച്ചു മാറ്റിയിട്ട് എന്നെ സ്വതന്ത്രനാക്കി തൻ്റെ മകനാക്കി ദൈവസന്നിധിയിൽ എന്നെ നിർത്തിയിരിക്കുന്നത് അവനെ ഞാൻ സ്തുതിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പഴയകാല ജീവിതത്തിന്റെ യാതൊന്നും പറഞ്ഞ് ആരും നിങ്ങളെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കരുത്. അതിനു മുമ്പിൽ കീഴടങ്ങരുത്. വചനത്തിൽ ഉറച്ചു നിൽപ്പാൻ ഓരോ ദൈവവൈതലും തയ്യാറാകണം. അവന്റെ രക്തത്തിന്റെ ശക്തിയാണ് എന്നെ വീണ്ടെടുത്തത്. ഈ നികൃഷ്ട പാപിയായിരുന്ന എന്നെ, ഒരു മനുഷ്യനും വിലയില്ലാതിരുന്ന എന്നെ അവന്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്ത് എന്റെ മകനാണെന്ന് പറഞ്ഞ് അവന്റെ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു വന്നെങ്കിൽ ഞാൻ ഇതിലും അധികം ഞാൻ അവനെ സ്തുതിക്കും. മീഖൾക്ക് വേണമെങ്കിൽ നിന്ദിക്കാം, അത് സാരമില്ല. എന്നാൽ മീഖളോട് ദാവീദ് പറഞ്ഞതാ, നിന്റെ അപ്പനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി കാട്ടിൽ കിടന്ന എന്നെ അനാദിയിൽ ക്രിസ്തുവിൽ നിന്ന് തെരഞ്ഞെടുത്ത് എന്റെ രക്ഷയെ ചോദ്യം ചെയ്യാൻ ഒരു ശക്തിക്ക് കഴിയില്ല. അവന്റെ രക്തത്തിന്റെ വിലയാണ് ഞാൻ, അവന്റെ സ്വന്തമാണ് ഞാൻ. പാപവും അതിന്റെ ഫലമായ എല്ലാ ശാപങ്ങളെയും ക്രൂശന്മേൽ നീക്കി തന്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി നമ്മെ സ്വതന്ത്രരാക്കിയെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിൽ ദൈവത്തെ ഇന്ന് രാവിലെ നാം ആരാധിക്കണം. ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പാട്ട് പാടണമെന്നില്ല, പാട്ട് പാടണമെന്നില്ല. ഉള്ളിൽ നിന്നും ഉരുത്തിരിയുന്ന സ്തോത്രങ്ങൾ സ്തുതികളായി ദൈവസന്നിധിയിൽ നമുക്ക് അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. We love you Lord. We thank you for the cross. We thank you for your blood. അങ്ങ് ഒരുക്കിയ രക്തത്തിനായി നന്ദി, അങ്ങയുടെ യാഗമരണത്തിനായി നന്ദി, അങ്ങ് എനിക്ക് വേണ്ടി അടിയേറ്റതിനായി നന്ദി, അങ്ങ് എനിക്ക് വേണ്ടി കഷ്ടതകളേറ്റതിനായി നന്ദി. അതിൽ ഉറച്ചു നിൽപ്പാൻ കൃപ തരണമേ. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമ നുകത്തിൽ വീണ്ടും കുടുങ്ങരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപവും അതിൻ ഫലമാം ശാപങ്ങളുമെല്ലാം, പാപവും അതിൻ ഫലമാം ശാപങ്ങളുമെല്ലാം
Hallelujah, hallelujah, hallelujah. നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. We love you, Lord. We love you, Lord. ഞങ്ങളുടെ വായിൽ അങ്ങയുടെ പുകഴ്ച ഉണ്ടായിരിക്കാൻ, ഞങ്ങളുടെ വായിൽ അങ്ങയുടെ പുകഴ്ച ഉണ്ടായിരിക്കാൻ രാവിലെ ഞങ്ങളെ സഹായിക്കണമേ. We love you, Lord. We love you, Lord. We love you, Lord. Hallelujah. Oh, we praise you, we praise you, we praise you, we praise you, we praise you. Hallelujah. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് തുടർന്ന് ആയിരിക്കുമ്പോൾ ദൈവാത്മാവ് ഹൃദയമായി നമ്മുടെ സംസാരിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷ രംഗത്തിന് വേണ്ടി കർത്താനദാസൻ ജേസൺ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരിശുദ്ധ പിതാവേ, ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിൽ കടന്നു വന്ന് അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും അർപ്പിപ്പാൻ ഒരു അവസരം കൂടെ തന്നനായി നന്ദി കർത്താവേ. അങ്ങയുടെ വീണ്ടെടുപ്പിനെ ഓർക്കുവാൻ, ആ ക്രൂശിലെ ജയത്തെ ഒരു പ്രാവശ്യം കൂടെ ഓർക്കുവാൻ, ക്രൂശിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച പദവിയെ ഒരു പ്രാവശ്യം കൂടെ ഓർക്കുവാൻ, ആ സ്വാതന്ത്ര്യത്തെ ഓർത്തു കർത്താവേ. സത്യത്തിലും ആത്മാവിലും സ്വാതന്ത്ര്യത്തിലും ജീവനിലും പുത്രത്വത്തിലും അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങൾ ലഭിച്ച ഭാഗ്യ പദവിക്കായി നന്ദി കർത്താവേ. സകല ബഹുമാനവും ആരാധനയും പുകഴ്ചയും സ്തുതി സ്തോത്രങ്ങളെല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. അപ്പാ, ഞങ്ങളുടെ സ്തോത്രയാഗങ്ങൾ അങ്ങേക്ക് സുഗ്രാഹ്യമായിരിക്കാൻ കൃപ ചെയ്താട്ടെ. എല്ലാറ്റിലും അങ്ങയുടെ നാമം മഹത്വം എടുത്താട്ടെ. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ, തുറന്നുള്ള ശുശ്രൂഷകളും തിരുസാന്നിധ്യം വ്യാപരിച്ചാട്ടെ. മഹത്വം അങ്ങ് എടുത്താട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. Now is the time for the children to come forward and say their memory verses. I see the King of Glory coming on the clouds with fire. The whole earth shakes. The whole earth shakes. I see His love and mercy washing over all our sins. The people sing. The people sing. Hosanna, Hosanna, Hosanna in the highest. Hosanna, Hosanna, Hosanna in the highest. Hosanna, Hosanna, Hosanna in the highest. Hosanna, Hosanna in the highest. Acts 1:8. And the Holy Spirit will come upon you, and you shall be witnesses to me in Jerusalem and all of Judea and Samaria and to the end of the earth. Psalm 72, verse 11. And all the kings shall bow down before him, all nations will serve him. For he will cover you with his pinions, and under his wings he'll find refuge. His faithfulness is a shield and buckler. Psalms 91, verse 4. 1 Corinthians 1 verses 3 and 4. Grace to you, peace from God our Father and the Lord Jesus Christ. I thank my God always concerning you for the grace of God which was given to you by Christ Jesus. Colossians 1 verse 15 and 16. For the Son is the image of the invisible God, who for the firstborn over all creation. For in him all things were created, things in heaven and in earth, visible and invisible,
whether thrones or powers or rulers or authorities. All things were created through him and for him. But do not forget this one thing, dear friends. A day with the Lord is like 1,000 years. 1,000 years is like a day. The Lord is not slow in keeping his promises, as some understand slowness. Instead, he is patient with you, not wanting anyone to perish, but to come to repentance. 2 Peter 3, verse 8 and 9. 1 Peter verse 5 and 6. Therefore, humble yourselves at the mighty hand of God, that he may exalt you at the proper time. 1 Peter 3, verse 18. For Christ suffered once for sins, the just for the unjust, that he might bring us to God, being put to death in the flesh, but made alive by the Spirit. With God, all things are possible. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്തോത്രം. അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. സ്തോത്രം, 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 സ്തോത്രം. ഇത്രത്തോളം കർത്താവരെ ബലപ്പെടുത്തി അവർ പറഞ്ഞ വചനങ്ങൾ അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും കർത്താവിൻ്റെ സാക്ഷികളായി വരും ദിവസങ്ങളിൽ നിൽപ്പാനും ദൈവം കൃപ കൊടുക്കട്ടെ. അവരുടെ മാതാപിതാക്കൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അവധി ദിവസങ്ങളിൽ ദൈവ സന്നിധിയിൽ അവർ വിശ്വസ്തയോടെ ഭവനത്തിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപയിൽ അവരെ കാക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ഭാവിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി അവർ മാറേണ്ടതിന് നമുക്ക് അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഐ റിക്വസ്റ്റ് ഇവാഞ്ചലിസ്റ്റ് ഷെറിൻ ടു പ്രേ ഫോർ ദ ചിൽഡ്രൻ. Yes, Lord. സ്തോത്രം. Hallelujah. Hallelujah. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Amen, amen, amen. Hallelujah. സ്തോത്രം. സ്തോത്രം, 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 സ്തോത്രം. Hallelujah. സ്തോത്രം, 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 സ്തോത്രം. Hallelujah. സ്തോത്രം. Yes, Lord. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന എടുത്തനായ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിനും വന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് കഴിഞ്ഞൊരാഴ്ച കൂടെ കർത്താവ് നമ്മെ പരിപാലിച്ചു. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. നമ്മുടെ കർത്താവിൻ്റെ ദാസൻ നാട്ടിലായിരിക്കുന്നു. പോയിരിക്കുന്ന പ്രവൃത്തികൾ സമാധാനത്തോടെ തികച്ച് തക്ക സമയത്ത് മടങ്ങി വരുവാൻ കർത്താവ് കൃപ ചെയ്യേണ്ടതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. മോൻസിച്ചാൻ കുടുംബമായിട്ട് ഫ്ലോറിഡയിലായിരിക്കുന്നു. ചന്ദ്രനങ്ങൾ കുടുംബമായിട്ട് വെക്കേഷൻ. ഈ കർത്തൃ പകൽക്കാലം ദൈവസന്നിധിയിൽ വചനത്താൽ നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ഒരവസരം കൂടെ കർത്താവ് എനിക്കും തന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വന്ദനത്തെ പറയുന്നു. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ആണ് ധ്യാനത്തിനായി എടുത്തിരിക്കുന്നത്. ഗലാത്യ ലേഖനം, എപ്പിസൽ ഓഫ് പോൾ ദ അപ്പോസ്റ്റൽ ടു ദ ഗലേഷ്യൻസ്, ചാപ്റ്റർ 1, വേഴ്സസ് ഫ്രം 1 to 10. യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലുമത്രേ
കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അവൻ എന്നേക്കും മഹത്വം. ആമീൻ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കേയില്ല. ആമേൻ. ഒരു ദേവദാസൻ പറഞ്ഞൊരു കൊട്ടേഷൻ കൂടി ഞാൻ വായിക്കാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പ്രീച്ചിങ് ഈസ് എ ഡേഞ്ചറസ് തിങ്. ഇറ്റ്സ് ഡേഞ്ചറസ് ഫോർ ദ മാൻ ഇഫ് ഹി പ്രീച്ചസ് റോങ്, because he will stand before God one day and give an answer for every word. But it's dangerous for the congregation too if he preaches right, because they will have to stand before God and have to give an answer for every word. നമ്മളിവിടെ ഒരു ക്ലബ്ബല്ല, ഇതൊരു സഭയാണ്. ഈ പുൾപിറ്റിൽ തിരുവെഴുത്തിന് വിരുദ്ധമായ ഒരു വാക്കെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അതിനെ ഖണ്ഡിച്ചിരിക്കും. അത് ഓരോ ദൈവദാസന്മാരുടെയും ഉത്തരവാദിത്വമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ശാപത്തിൽ നിന്നും, ശാപഗ്രസ്തമായ അവസ്ഥയിൽ നിന്നും, പാപത്തിൻ്റെ ചേറ്റിൽ നിന്നും വിടുവിച്ച് വീണ്ടെടുത്ത് വിലയ്ക്ക് വാങ്ങി സ്വതന്ത്രമാക്കിയ കൂട്ടരാണ് ദൈവസഭ. അവർ വീണ്ടും ശാപത്തിൻ്റെ കീഴിലാണെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പറയുന്നത് അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നാണ്, അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് മറ്റൊരു സുവിശേഷമാണ്. അത് തിരിച്ചറിയാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവ പൈതലും ആത്മീക വളർച്ച പ്രാപിക്കാനാണ് ഈ വായിട്ട് നിലവിളിക്കുന്നത്. അതല്ലാതെ വേറൊരു ലക്ഷ്യവും ഇവിടെ ഇല്ല. ഓരോ ദൈവദാസൻ്റെയും ചുമതല എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്ത് സ്വതന്ത്രരാക്കി. ഈ വീണ്ടെടുപ്പ് എന്നുള്ള വാക്കിന് സ്വതന്ത്രമാക്കി എന്നൊരു അർത്ഥമുണ്ട്. റിഡംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിൻ്റെ ചേരിൽ നിന്ന് പൊക്കിയെടുത്ത് ഇവിടെ പാറമേൽ നിർത്തുകയല്ല. അതിൻ്റെ ചിത്രം നമുക്ക് സങ്കീർത്തനത്തിൽ കാണാം. ഉറപ്പുള്ള പാറമേൽ നിർത്തിയിട്ട് പിന്നെ ഗമനം സ്ഥിരമാക്കുന്നുണ്ട്. അതാ കർത്താവ് ചെയ്തത്. അപ്പോൾ ആ സുവിശേഷത്തിൽ നാം നിന്നില്ല എങ്കിൽ നമ്മുടെ ലക്ഷ്യം നമ്മൾ തെറ്റും എന്ന് ഞാൻ ആദ്യമേ തന്നെ ഓർപ്പിക്കുക. അപ്പോൾ ഇവിടെ ദൈവവചനം ഒരാൾ സംസാരിക്കുമ്പോൾ അതൊരു പെർഫോമൻസ് അല്ല, വേദനയോടുകൂടെ ഭയത്തോടുകൂടെ ഇതിന് രണ്ട് തരത്തിലുള്ള റെപ്പർക്കഷൻ ഉണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് സുവിശേഷം അല്ലെങ്കിൽ ഈ വചനം ശുശ്രൂഷിക്കുന്നത്. അതാണ് യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. കാരണം എന്താ അറിയോ? ഇത് പറഞ്ഞതുപോലെ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ബാധ്യസ്ഥൻ ഞാനാ. 2, ഇതിലുള്ളതുപോലെ പറഞ്ഞില്ല എങ്കിൽ ഞാൻ കണക്ക് കൊടുക്കണം. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി വീണ്ടെടുക്കപ്പെട്ടവരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഉറപ്പ് എത്ര പേർക്കുണ്ട്? നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? നിങ്ങൾ സ്വതന്ത്രമാക്കപ്പെട്ടവരാണോ? നിങ്ങൾ വീണ്ടെടുപ്പിൻ്റെ അനുഭവം പ്രാപിച്ചവരാണോ? വിശുദ്ധീകരണത്തിൻ്റെ പാതയിൽ നിങ്ങൾ നടത്തപ്പെടുന്നവരാണോ? ആത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ക്രിസ്തു ആത്മാവിനാൽ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഉണ്ടെങ്കിൽ വീണ്ടും അടിമനുഖത്തിലേക്ക് തിരിഞ്ഞു പോകരുത്. അതാര് പറഞ്ഞാലും. പലപ്പോഴും നമ്മൾ അക്കോമഡേഷനാണ് ദൈവസഭകൾ നടക്കുന്നത്. കാരണം അത് ചെയ്തേ പറ്റൂ. എന്നാൽ നിങ്ങളുടെ
ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, തെറ്റായതിനെ ചൂണ്ടിക്കാണിക്കുവാൻ ഇവിടെയുള്ളവർക്ക് ഉത്തരവാദിത്വമുണ്ട്. കാരണം നിങ്ങൾ സത്യസുവിശേഷത്തിൽ നിന്ന് മറിയാൻ പാടില്ല. നിങ്ങളുടെ നിത്യത മാത്രമാണ് ഇവിടെയുള്ള ദൈവദാസന്മാരുടെ ലക്ഷ്യം. അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ക്രിസ്തുവിൽ നിന്നുള്ള ഏകാഗ്രത തെറ്റുന്നുവെന്ന് കണ്ടാൽ അതിനെ കറക്റ്റ് ചെയ്യാൻ ഇവിടെയുള്ള ദൈവദാസന്മാർ തുനിയുമ്പോൾ അതിനെ സ്വീകരിപ്പാൻ ഓരോ ദൈവപൈതലും തയ്യാറാകണം. നമ്മൾ 3 വർഷം മുമ്പേ ഈ ഗലാത്യ ലേഖനം പഠിച്ചതാണ്. നമ്മൾ ലേഖനങ്ങളിലൂടെ കുറേ നാൾ സഞ്ചരിച്ചു. ഗലാത്യ ലേഖനം പഠിച്ചു, യൂദ ലേഖനം പഠിച്ചു, പത്രോസിന്റെ ലേഖനം പഠിച്ചു, യോഹന്നാന്റെ ലേഖനം പഠിച്ചു, എഫേസ് ലേഖനം പഠിച്ചു. എല്ലാം പഠിക്കുക. പത്രോസിന്റെ ലേഖനം പഠിച്ചു, നല്ല കാര്യമല്ലേ? പക്ഷേ ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് ആൻഡ് എവറി പ്രീച്ചർ ടു റിമൈൻഡ് യു അഗെയിൻ. കാരണം അങ്ങനെ ഒരു ലോകത്താണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത്. ഈ ആത്മീയഗോളം ഭൗതിക ലോകത്തേക്കാൾ വഷളാണ് കേട്ടോ. അത് നമ്മൾ ലാഘവത്തോടെ എടുത്തുകൂടാ. വിവിധ അനുഭവങ്ങളോടെ കടന്നുപോയവർക്ക് സാക്ഷ്യം പറയാൻ അവസരം കൊടുത്താൽ അവർ പറയും ആത്മീയ ലോകത്തിൽ അവർ എത്തിപ്പെട്ട ചതിക്കുഴികൾ ദൈവം രക്ഷിച്ചതാ. അതുകൊണ്ട് വീണ്ടും ആ അടിമനുഖത്തിലേക്ക് കുടുങ്ങിപ്പോകരുത്. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, പൗലോസിൻ്റെ മിഷണറി യാത്രകളിൽ, ഏർലി മിഷണറി ജേർണിയിൽ ഏഷ്യ മൈനറിൽ അദ്ദേഹം സന്ദർശിച്ചപ്പോൾ, ഏഷ്യ മൈനർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ടർക്കിയുടെ ഒരു 95%. ഈ സത്യസുവിശേഷം അവിടെ പ്രസന്റ് ചെയ്തപ്പോൾ, ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്തപ്പോൾ, വിശ്വാസത്താലാണ് നീതീകരണം, അത് പ്രവൃത്തിയാലല്ല എന്നുള്ളത് പറഞ്ഞ് ജാതികളിൽ നിന്നും അനേകർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആകർഷ്ടരായി. അങ്ങനെ സഭകൾ അവിടെ ഉടലെടുത്തു. നിങ്ങൾ ഉപയോഗിക്കുന്ന പുതിയ ബൈബിളുകളാണെങ്കിൽ ആ ബൈബിളുകൾക്കൊരു ഓരോ എപ്പിസോഡിൻ്റെ മുന്നിൽ ഒരു രൂപരേഖ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് വായിക്കണം. അത് ചുമ്മാ അത് ബൈബിൾ നിറയ്ക്കാൻ വേണ്ടി എഴുതിയേക്കില്ല. അത് വായിക്കുമ്പോൾ ഇതിൻ്റെ ഒരു സമ്മറി കിട്ടും, ലേഖനത്തിൻ്റെ ഒരു സമ്മറി കിട്ടും. അതുപോലെ തന്നെ പുറയിൽ മാപ്പ് കൊടുത്തിട്ടുണ്ട്, അതോടൊന്ന് വായിക്കണം. ഈ മനുഷ്യൻ, അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ പ്രത്യേകിച്ചും പൗലോസ് സഞ്ചരിച്ച പാതകൾ കാണാം. നമ്മളൊക്കെ ഇവിടെ വന്ന് എന്തായാലും മാപ്പും ഒക്കെ നോക്കിയാണല്ലോ നമ്മൾ ഇവിടുന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. എന്നാൽ ആ മാപ്പും കൂടെ നോക്കണം. ഇദ്ദേഹത്തിൻ്റെ ഏർലി മിഷണറി ജേർണിയിൽ ഏഷ്യ മൈനറിൽ അനേക സഭകൾ ഉടലെടുത്തു. സത്യസുവിശേഷമാണ് പ്രസന്റ് ചെയ്തത്, ക്രിസ്തുവിലൂടെയുള്ള രക്ഷയാണ് പ്രസന്റ് ചെയ്തത്, വിശ്വാസത്താലും മാത്രമാണ് നീതീകരണം എന്നുള്ളത് പ്രസന്റ് ചെയ്തപ്പോൾ അനേകർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, പൗലോസ് ആ ഏരിയ വിട്ടപ്പോഴത്തേന് false teachers has entered the churches and introduced wrong doctrine. പൗലോസ് പോയപ്പോഴത്തേന് വേറെ ആളുകൾ കയറി അവിടെ മറ്റൊരു സുവിശേഷം പറഞ്ഞു. അവർ പറഞ്ഞ ഇത്രേ ഉള്ളൂ, സാൽവേഷൻ വാസ് ബൈ ഫെയ്ത്ത്. രക്ഷ വിശ്വാസത്താൽ മാത്രമാണ്, വിശ്വാസത്താലാണ്. പക്ഷെ അതിനോട് കൂടെ എന്തൂടെ വേണം? ക്രൈസ്റ്റ് പ്ലസ് കീപ്പിംഗ് ദ ലോ. പ്രമാണം കൂടെ നിങ്ങൾ അനുസരിച്ചെങ്കിൽ മാത്രമേ രക്ഷ പൂർത്തിയാകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയെ വില കുറച്ച് കാണിക്കുക, ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വില കുറച്ചു കാണിക്കുക. ഇത് പുതിയ നിയമമാണെന്ന് മറന്നുപോവുക. കൊരിന്ത്യർക്കുള്ള 1 ലേഖനം 3-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ പുതിയ നിയമം പഴയ നിയമത്തിന്റെ വ്യത്യാസം പറയുന്നുണ്ട്. ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ മാത്രമേ നമ്മുടെ മൂടുപടം മാറത്തുള്ളൂ. വ്യക്തമായി ഞാനൊരു ഞായറാഴ്ച ഇവിടെ പറഞ്ഞതാണ്. ക്രൈസ്റ്റ് പ്ലസ് കീപ്പിംഗ് ദ ലോ, that is another gospel. That is not the true gospel. Their message was a mixture of Christianity and Judaism. യഹൂദ മതവും ക്രിസ്തീയ മാർഗം കൂടെ മിക്സ് ചെയ്ത ഒരു സന്ദേശം ഓഫ് ഗ്രേസ് ആൻഡ് ലോ. എണ്ണയും വെള്ളവും ചേരാത്തതുപോലെ കൃപയും പ്രമാണവും ചേർത്തില്ല, ഒരിക്കലും ചേർക്കാൻ സാധിക്കില്ല. അത് വേറുപെട്ട് തന്നെ ഇരിക്കും.
Their message was of Christ and of Moses. മോശയിലൂടെ ലഭിച്ച ന്യായപ്രമാണവും യേശു നിവർത്തിച്ച് നീക്കിയ പ്രമാണവും യേശുവിൻ്റെ പുതിയ പ്രമാണവും തമ്മിൽ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല, മെസ്സേജ് മാത്രമല്ല അവർ മാറ്റിയത്, മെസ്സഞ്ചറിനെയും കൂടെ പറഞ്ഞു ഈസ് നോട്ട് എ ജെനുവിൻ അപ്പോസൽ. പൗലോസിനെതിരെ പറയുക ഈസ് നോട്ട് എ ജെനുവിൻ അപ്പോസൽ. അതാണ് പൗലോസ് ആദ്യം തന്നെ മറുപടി പറയുന്നത്. They sought to destroy the confidence. ഇതാണ് എനിക്ക് ഭയം. ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതൽ, ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവൻ, അവന്റെ രക്ഷയിൽ ഉറച്ചു നിൽക്കുമ്പോൾ അവന്റെ പഴയകാല പാപത്തിലേക്കും വേരുകളിലേക്കും അവനെ നോക്കുവാൻ പ്രേരിപ്പിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസമാർഗം വിട്ടുപോയി, നിങ്ങൾ മതത്തിലേക്ക് പോവുക. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി ഓരോ രക്ഷിക്കപ്പെട്ട ദൈവത്തിലും മനസ്സിലാക്കണം. അത് ഏത് ശാപകരമായ അവസ്ഥയിൽ നിന്നും വെടിവെപ്പാൻ പര്യാപ്തമാണ്. ക്രൈസ്റ്റ് ഈസ് സഫിഷ്യന്റ്. ക്രിസ്തു പര്യാപ്തനാ. അവന്റെ രക്തത്തിന് ശക്തിയുണ്ട്. പ്രിയമുള്ളവരെ, ഒരു ആലോചന കേട്ട് രക്ഷിക്കപ്പെട്ടതല്ല നാം. ഉയരത്തിൽ നിന്നാണ് നമുക്ക് ജനനം നൽകിയത്. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാ. നമ്മളല്ല ഉയരത്തിൽ നിന്ന് ജനനം പ്രാപിച്ചത്. നിക്കോദെമോസിനോട് കർത്താവ് പറയുന്നുണ്ട്, നീ സ്വർഗരാജ്യം ദൈവരാജ്യം കാണണമെങ്കിൽ പുതുതായി ജനിക്കുക. എങ്ങനെ? ഇറ്റ്സ് എ സൂപ്പർ നാച്ചുറൽ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതാണ് റോമാലേഖനം 1:16 പറയുന്നത്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അത് വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാ. എന്തിൽ നിന്നുള്ള രക്ഷയാ? പകുതി രക്ഷയാണോ? പാപത്തിന്റെ സകലമായ എഫക്റ്റിൽ നിന്നും ദൈവം എന്നെ നിങ്ങളെ രക്ഷിച്ചിരിക്കുക. ഈ പാത എന്ന് പറയുന്നത് വിശുദ്ധീകരണത്തിന്റെ പാതയാണ്. ഈ പാതയിലൂടെ നടക്കുമ്പോൾ വിവിധ അനുഭവങ്ങളുടെ ദൈവം കടത്തിവിടും. അത് പഴയകാല ശാപത്തിന്റെ ബാക്കി പത്രമല്ല. അത് ദൈവം എന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജസ്റ്റ് മീഡിയംസ് മാത്രമാ. ഇവിടെ നാം തെറ്റിദ്ധരിക്കപ്പെടരുത്. ഇവിടെ നാം വഞ്ചിക്കപ്പെടരുത്. പഴയതെല്ലാം തുടച്ചു നീക്കി പുതിയത് സ്ഥാപിക്കുക കർത്താവ് ചെയ്തത്. അതിൽ ഉറച്ചു നിൽപ്പീൻ. ഇതാണ് ഈ ഗലാത്യ ലേഖനത്തിന്റെ തീം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. അടിമനുഖത്തിൽ, ഏതിന്റെ അടിമനുഖമാ? പ്രമാണത്തിന്റെ അടിമനുഖം, പാപത്തിന്റെ അടിമനുഖം, പിശാചിന്റെ അടിമനുഖം, ലോകത്തിന്റെ അടിമനുഖത്തിലേക്ക് വീണ്ടും പോകരുത്. സ്ഥിരമായ ഒരു യാത്രയ്ക്ക് വേണ്ടി ഉറപ്പുള്ള പാറമേൽ നിങ്ങളെ നിർത്തിയപ്പോൾ അതിൽ നിന്നും പിന്നോട്ട് പോയാൽ കുഴിയിലാ പെടുന്നത്. കാരണം കുഴിന്നാ കയറ്റത്. ഡോണ്ട് ഡു ദാറ്റ്. ഡോണ്ട് ഡു ദാറ്റ്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു വേരും അന്വേഷിക്കേണ്ട കാര്യമില്ല. ഒരു റൂട്ടും അന്വേഷിക്കേണ്ട കാര്യം. ഞാനത് തമാശയായിട്ടല്ല പറയുന്നത്. ഞാൻ റൂട്ട് അന്വേഷിച്ചാൽ കിട്ടത്തില്ല. എന്നെ കർത്താവ് സ്വതന്ത്രനാക്കിയ എൻ്റെ ജീവിതം നിങ്ങൾക്ക് അറിയില്ലല്ലോ, എൻ്റെ പേരൻസിന് അറിയില്ലല്ലോ. എന്നാൽ എനിക്കറിയാം. എത്രയോ അധമനായി ജീവിച്ച എന്നെ ക്രിസ്തുവിന്റെ രക്തം എന്നെ സ്വതന്ത്രനാക്കിയെങ്കിൽ അടിമനുഖത്തിലേക്ക് ഞാൻ കുടുങ്ങിപ്പോകത്തില്ല. കാരണം കർത്താവിന്റെ രക്തത്തിന് അത്രയ്ക്ക് ശക്തിയുണ്ട്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അവന്റെ തിരുഹിതത്തിലുള്ളതാണെന്ന് വിശ്വസിക്കാനുള്ള വിശ്വാസം ഓരോ ദൈവത്തിലും ഉണ്ടാകണം. അതാണ് പൗലോസ് ശ്രമിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 19-20 നിങ്ങൾ വായിച്ചു നോക്കണം. അദ്ദേഹത്തിൻ്റെ കരച്ചിലോടുകൂടിയുള്ള പ്രസംഗങ്ങൾ കാണാം. അവിടെ എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചിട്ട് പറയുക, ഞാൻ 3 വർഷം കണ്ണുനീരോടുകൂടെ ഓരോരുത്തരും ബുദ്ധി ഉപദേശിച്ച് തന്നത് നിങ്ങൾ ഓർക്കണം. വെറുതെയാണോ ഇവിടെ വചനം സംസാരിക്കുന്നത്? വയനാട്ടിലൊക്കെ പോകുമ്പോൾ ചുരം കാണാം. ചുരത്തിലോട്ട് ഒരു ജീപ്പ് മൊണ്ടക്കോട്ട് പോകുമ്പോൾ കുറേ കരിയിലെല്ലാം കൂടെ പറന്ന് ഇപ്പുറത്ത് വരും. അതേ ജീപ്പ് താഴോട്ട് വരുമ്പോൾ ഈ കിടക്കുന്ന കരിയിലെല്ലാം ഇപ്പുറത്തോട്ട് വീഴും. ഇതുപോലല്ല ക്രിസ്തീയ ജീവിതം. ഇതുപോലല്ല ഉപദേശം കേൾക്കുമ്പോൾ അങ്ങോട്ട് ചാടുക ഇങ്ങോട്ട് ചാടുക. നെവർ എവർ ഡു ദാറ്റ്. ഒരേ ഒരു സുവിശേഷമുള്ളൂ, മറ്റൊരു സുവിശേഷവുമില്ല. സോ മെസ്സേജ് മാറ്റി മെസ്സഞ്ചറിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അപ്പോസ്തലന് വേദന. മെസ്സഞ്ചറിനെ ക്വസ്റ്റ്യൻ ചെയ്തതിലല്ല, അവർ മെസ്സേജിൽ നിന്ന് മാറിയത് കൊണ്ട്.
അപ്പോസ്തലൻ പറയുക, ക്രൈസ്റ്റ് ഈസ് സഫിഷ്യൻറ്റ്. ക്രിസ്തു മതിയായവന്. The work that Christ has fulfilled at the cross is the only pathway to holy God. ക്രിസ്തു ക്രൂശിൽ പൂർത്തിയാക്കിയ ഒരേ മാർഗം മാത്രമാണ് പരിശുദ്ധനായ ദൈവത്തിങ്കിലേക്കുള്ള ഏക വഴി. ഇത് നമ്മൾ മനസ്സിലാക്കണം. മോനെ, Christ is sufficient. The work that Christ has fulfilled at the cross is the only pathway to holy God. Gospel is sufficient. നിങ്ങളുടെ എല്ലാ കേടുകളും തീർക്കാൻ പര്യാപ്തമാണ് സുവിശേഷം, സത്യസുവിശേഷം. അതുകൊണ്ട് പഴയകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഇതാണോ കാരണം അതാണോ കാരണം എന്ന് ചിന്തിക്കാൻ നിങ്ങളെ ദൈവം അനുവദിക്കുന്നില്ല. പിന്നെ ആരാ പ്രേരിപ്പിക്കുന്നത്? You don't need to know the root of everything. If you know that Christ is sufficient, if you know that God is sovereign, then you will trust him completely. That is faith. അതാണ് വിശ്വാസം. എൻ്റെ ജീവിതത്തെ, എൻ്റെ തുച്ഛമായ ജീവിതത്തെ, എൻ്റെ 100 വർഷം മാത്രം പഴക്കമുള്ള അല്ലെങ്കിൽ ഈ കാലാവധിയുള്ള എൻ്റെ ഈ ജീവിതത്തെ ഈ സർവശക്തനും സർവ്വവ്യാപിയും പരമാധികാരിയുമായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നതാണ് വിശ്വാസം. അല്ലാതെ എല്ലാം കണ്ടിട്ട് എല്ലാ റീസണും മനസ്സിലാക്കിയിട്ട് ജീവിക്കുന്നതല്ല. അങ്ങനെ ഒരു വിശ്വാസത്തിന് ഉടമകളാകാൻ എത്ര പേർ തയ്യാറാ? I completely surrender myself to you, Lord. അതാണ് അപ്പോസ്തലൻ പറഞ്ഞത്. Come death, come fire. പഴയകാല ആദിമ രക്തസാക്ഷികളുടെ ചരിത്രങ്ങൾ നിങ്ങൾ വായിക്കണം. വായിക്കുമ്പോൾ ഓരോ ദൈവദാസന്മാരും പറഞ്ഞ തീയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞതാ, കം ഫയർ, തീ വരട്ടെ, കം ക്രോസ്, ക്രൂശ് വരട്ടെ, പീഡനം വരട്ടെ, മൃഗങ്ങൾ വരട്ടെ, ഞാൻ എൻ്റെ കർത്താവിനെ തള്ളി പറയുകയില്ല. അതേസമയം തന്നെ അവൻ എനിക്ക് രക്ഷയിൽ തന്ന രക്ഷയിൽ ഞാൻ ഉറച്ചു നിൽക്കും. പറയാമോ? മരണം വരട്ടെ, മരണത്തിനോ ആപത്തിനോ വാളിനോ ഇപ്പോഴുള്ളതിനോ നാളെ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഒന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അത്ര വലിയ സ്നേഹത്താൽ എന്നെ രക്ഷിച്ചത്. അത് പകുതി കിട്ടിട്ട് പോകാനുള്ളതല്ല. അങ്ങനെ വരുമ്പോൾ എൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും തിരഹിതത്തിലാണെന്നുള്ളതാണെന്ന് മനസ്സിലാക്കി ഞാൻ അവനിൽ തന്നെ കടന്നു പിടിച്ച് ആശ്രയിപ്പാൻ എനിക്ക് കഴിയും. ക്രിസ്തു സ്വതന്ത്രമാക്കിയെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിൽ ഞാൻ നിങ്ങൾ ഉറച്ചു നിൽക്കണം. അടിമനുഖത്തിലേക്ക് പോകരുത്. അതൊരു മിസറബിൾ ലൈഫായിരിക്കും. പോകാൻ വേണമെങ്കിൽ മിസറബിൾ ലൈഫായിരിക്കും. Gospel contains the message of eternal God, his redemption through his son. Gospel has the power to transform, take away every past. നിങ്ങളുടെ പാസ്റ്റ് മുഴുവനും മാറ്റുവാൻ കഴിയുന്ന ശക്തിയുള്ള ദൈവത്തിൻ്റെ ഏക മെസ്സേജാണ് ഗോസ്പൽ. നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, പാസ്റ്റ് നോക്കാനാണെങ്കിൽ ഞാൻ കുറച്ച് പാസ്റ്റ് എൻ്റെ പറഞ്ഞാൽ നിങ്ങൾ തലകറങ്ങി വീഴും. പാസ്റ്റിനെ തുടച്ചു മാറ്റിയ അവൻ എന്നെ പുതുതാക്കിയത്. പാസ്റ്റിനെ തുടച്ചു മാറ്റിയ അവൻ എന്നെ പുതുതാക്കിയത്. നമുക്ക് മുന്നോട്ട് പോവാം. 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു മെസ്സേജിനെയും മെസ്സഞ്ചറിനെയും അറ്റാക്ക് ചെയ്യുക. പ്രിയമുള്ള, വാട്ട് ഈസ് ഗോസ്പൽ? ഇത് നമ്മൾ മനസ്സിലാക്കണം. ഗോസ്പൽ ഈസ് അബൌട്ട് ജീസസ് ആൻഡ് വാട്ട് ഹി ഡിഡ് and his life of perfect obedience. That is for us. ആ നീതിയാണ് എനിക്ക് കണക്കിട്ടത്. His atoning death on the cross, അവൻ്റെ പ്രായശ്ചിത്തപരമായ മരണം, his resurrection from the dead, അവൻ എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റത്. കർത്താവ് ചെയ്ത പ്രവൃത്തി പൂർത്തിയായി എന്നുള്ളതിൻ്റെ പിതാവിൻ്റെ ഒപ്പാണ് പുത്രനെ അവൻ ഉയർപ്പിച്ചതിലൂടെ ചെയ്തത്. അപ്പോൾ അതല്ല, പൂർത്തിയായില്ല, ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നതാണ് മറ്റൊരു സുവിശേഷം. ഇത് മനസ്സിലാക്കണം. His ascension into heaven. And what is he doing now? He is interceding for me. ഇന്നും പിതാവിൻ്റെ സന്നിധിയിൽ, അല്ലേജി എൻ്റെ രക്തത്തിൻ്റെ വിലയാ, ഞാൻ അവനെ വീണ്ടെടുത്തതാ, അവന് വേണ്ടിയാ ഞാൻ കഷ്ടവും ചാട്ടാപറടിയും കൊണ്ടുവന്ന് പറയുന്ന ഒരു മഹാപുരോഹിതൻ എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഇപ്പോഴും ഉണ്ട്.
അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അല്ലാതെ എനിക്ക് ശബ്ദമുള്ളതുകൊണ്ട് ആരോഗ്യം ഉള്ളതുകൊണ്ടൊന്നുമല്ല. എൻ്റെ ആരോഗ്യം കുറഞ്ഞാലും എൻ്റെ ശബ്ദം കുറഞ്ഞാലും ഞാൻ ഇത് തന്നെ പറയും. കാരണം എനിക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥനായ ഒരു പുത്രൻ തമ്പുരാനുണ്ട്. ഹി ഈസ് മൈ മീഡിയേറ്റർ, ഹി ഈസ് മൈ അഡ്വക്കേറ്റ്. വഞ്ചിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്. His outpouring of the Holy Spirit upon the church. സുവിശേഷത്തിനകത്ത് ഇതെല്ലാം വരും. അപ്പോസ്തലൻ Paul is saying, ഇത് നമ്മുടെ ഉറപ്പായിരിക്കണം. ഞാനൊരു ദൈവവേദലായത് മനുഷ്യനിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല. ഇത് അപ്പോസ്തലൻ എന്ന നിലയിൽ അദ്ദേഹം പറയുക, ബിക്കോസ് people were questioning his apostleship. യേശുവിൻ്റെ 12 പേരോട് കൂടെ ഉള്ളവനല്ലായിരുന്നു, ഇവൻ എപ്പോഴാണ് അപ്പോസ്തലനായത്? Paul is saying, no, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഉറപ്പിച്ച പിതാവ് ദൈവത്താലും അത്രേ ഞാൻ അപ്പോസ്തലനായത്. ഓരോ ദൈവത്തിന് ആ ഉറപ്പ് വേണം. ഞാൻ ദൈവവൈതലായത് യാദൃച്ഛികമല്ല, ആ ആൾ പറഞ്ഞതുകൊണ്ട് ഈ ആൾ പറഞ്ഞതുകൊണ്ടല്ല, ഒരു സഭയുടെയോ ഒരു ക്രീഡിൻ്റെയോ ഒരു ഗ്രൂപ്പിൻ്റെയോ ഒരു മിനിസ്ട്രിയുടെയോ ശ്രമഫലമല്ല. ഞാൻ ദൈവവൈതലായത് അനാദിയിൽ ക്രിസ്തുവിൽ അവൻ എന്നെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ്. മനസ്സിലാക്കണം. It did not originate with men. മനുഷ്യരിൽ നിന്ന് ഉളവായതല്ല. Nor it came through the agency of man. എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യ മധ്യസ്ഥന്മാരിലുള്ള തന്നതുമല്ല. It came directly from God the Father who raised his son from the dead. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്തിൽ നിന്ന് അത്രേ അപ്പോസ്തലനായത്. ആമേൻ, ആമേൻ. എന്തൊരു ഉറപ്പ് ഒരു ദൈവത്തിനറിയാവോ? അപ്പം കം ഫയർ, കം സിക്നസ്, കം ഡെത്ത് എന്ന് പറയാൻ കഴിയും. ആ ഒരു ഉറപ്പിലേക്ക് നമുക്ക് പോകണ്ടേ? ഓരോ ദിവസം വചന കേൾവി നമ്മെ ആത്മീയമായി വളർത്തി എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ യോഗത്തിന് വന്നുള്ളൂ, ഈ ആഴ്ചയിൽ 2 ദിവസം വന്നു. അതല്ല ആത്മീയ വളർച്ച. അത് ജസ്റ്റ് ആത്മീയ വളർച്ചയുടെ ബാഹ്യമായിട്ടുള്ള ഒരു അടയാളമായിട്ട് വേണേൽ നമുക്ക് കരുതാം. പക്ഷേ എല്ലാ ദിവസവും യോഗത്തിന് വന്നിട്ട് രക്ഷയുടെ ഉറപ്പില്ലെങ്കിലോ, രക്ഷിക്കപ്പെട്ടതാണെന്ന് ഉറപ്പില്ലെങ്കിലോ പിന്നെ എന്തിനാ വരുന്നേ? അപ്പം നമ്പർ അല്ല, ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ നമ്പറിലല്ല കാര്യം. ഓരോ കേൾക്കുന്ന വചനവും എൻ്റെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ അനുരൂപതയിലേക്ക് എന്നെ വളർത്തുമ്പോൾ ഞാൻ മെച്യൂരിറ്റിയിലേക്ക് വരിക. അതിനാണ് എന്നെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. എന്നിലൂടെ ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ ദൈവം ആഗ്രഹിക്കുന്നത് എന്നിലൊരു പ്രവൃത്തി ചെയ്യാനാ. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ഓരോ വചന ശുശ്രൂഷയും കേൾക്കുമ്പോൾ, ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ നിന്റെ പുത്രനെ പോലെ ആക്കണമേ, എൻ്റെ കോപ സ്വഭാവം മാറ്റണമേ, എന്നിൽ രൂപാന്തരം ഉണ്ടാകണമേ. ഇതാ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. ആ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ഉള്ളിൽ നടന്നു കഴിയുമ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന ഉറപ്പുണ്ട്, ഞാനൊരു ദൈവവൈതല. ഓരോ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ദൈവം എന്നെ കടത്തിവിടുമ്പോൾ ഞാൻ പറയും, അവൻ്റെ കരമ എൻ്റെ മേലുള്ളത്, അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അല്ല, അന്നേരം ഞാൻ പഴയകാല ജീവിതവും റൂട്ട് മാപ്പും ഒന്നും നോക്കേണ്ട കാര്യമില്ല. എനിക്ക് നോക്കാനുള്ളത് ഏക ക്രിസ്തു മാത്രമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് പോയി വീട്ടിൽ പോയി വായിക്കൽ, ഇതൊക്കെ വലിച്ചേറി ദൂരെ കളയണം. വചനം വായിക്കണം. ക്രിസ്തുവിൻ്റെ ഏകാഗ്രതയിൽ നിന്നും നിങ്ങളെ തെറ്റിക്കുന്ന ഒരു പ്രസംഗങ്ങളും എഴുതുവാൻ ഒരു ദൈവവൈതലിനെയും ദൈവം അനുവദിക്കുന്നില്ല. ആർക്കാ ശാപമുള്ളത് ഇവിടെ? ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കണ്ടിട്ട് പോകണം. ഞാൻ ഈ വചനത്തിൽ നിന്നും പറയാം, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിനും ഒരു ശാപവും ഇല്ല. ഉണ്ടെന്ന് എന്നോട് പറയണം. ഞാൻ ഈ പുസ്തകം താഴെ വെച്ച് ഞാൻ ജോലിക്ക് പോയിക്കോളാം, പറയണം. ഇവിടെ ശാപം മുറിക്കുന്ന ഒരാൾ ഇവിടെ അസംബ്ലീസ് ഹോളിൽ കൺവെൻഷൻ വന്നിട്ടുണ്ട്. ആ പുള്ളി വേണം വിളിച്ചോട്ട് വാ. ഞാനിത് വേദനയോട് കൂടിയാണ് പറയുന്നത്. ദൈവവചനത്തിന് വിരുദ്ധമായ, അപ്പോസ്തലന്മാർ പഠിപ്പിക്കാത്ത, ദൈവം പുത്രൻ പഠിപ്പിക്കാത്ത, ആദിമസഭ ഫോളോ ചെയ്യാത്ത ഒരു ഉപദേശവും ഈ സഭയുടെ പുൽപ്പിറ്റിൽ പറയാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ തെറ്റിപ്പോകരുതെന്നുള്ള വേദനയോടുകൂടിയാണ് പറയുന്നത്. ഇത് സഭയാണ്, ഇത് ക്ലബ്ബല്ല. ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുക, നിങ്ങൾക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും എടുക്കാം. But I am warning you, as the minister of the gospel, do not go away from the truth. വചനത്തിൽ നിന്നും സത്യത്തിൽ നിന്നും നിങ്ങൾ മാറിപ്പോകരുത്. അപ്പോൾ അപ്പോസ്തലൻ പറയാ, ഇറ്റ് ഡിഡ് നോട്ട് ഒറിജിനൽ വിത്ത് മാൻ. മനുഷ്യൻ്റെ ഏജൻസി ത്രൂ അല്ല ഇത് വന്നത്. അപ്പോസ്തലൻ എന്നുള്ള പദം നമുക്കറിയാം, അതിൻ്റെ അർത്ഥം എന്താ? അയക്കപ്പെട്ടവരെന്നേ ഉള്ളൂ. അപ്പോൾ അപ്പോസ്തലൻ പറയാ, എന്നെ മനുഷ്യനല്ല അയച്ചത്. ഇത് ഓരോ ദൈവവേദനയും വേണം. എന്നെ മനുഷ്യനല്ല അയച്ചത്, എന്നെ ഒരു സഭയല്ല വിളിച്ചത്. എന്നെ വിളിച്ചത് എൻ്റെ കർത്താവ് തന്നെയാണ്. അവൻ്റെ പുത്രലൂടെ എന്നെ വിളിച്ചേ. ഉറപ്പുണ്ടോ? വിശ്വാസത്തിൽ 20-30 വർഷം ആയിട്ട് ഇന്നും ആ ഉറപ്പ് പ്രാപിച്ചില്ലെങ്കിൽ ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ചോദിക്കണം, ആം ഐ റിയലി സേവ്ഡ്?
ഞാൻ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടതാണോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഉറപ്പില്ലാത്തത്? കർത്താവിനോട് ചോദിക്കണം. നമ്മളൊരു മതത്തിൻ്റെ ഭാഗമല്ല, നമ്മളൊരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമല്ല, നമ്മൾ ക്രിസ്തുവിൻ്റെ മക്കളാണെന്ന് ഓർക്കണം. നമ്മളൊരു ഇസത്തെ അല്ല ഫോളോ ചെയ്യുന്നത്, നമ്മൾ ഈ തിരുവെഴുത്തിനെയാണ് ഫോളോ ചെയ്യുന്നത്. അതിൽ വെളിപ്പെടുത്തിയ കർത്താവിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. മുന്നോട്ട് പോകട്ടെ. കൂടെയുള്ള സഹോദരന്മാരെന്നുള്ള വാക്ക്, ഒരുപാട് കാര്യങ്ങളകത്ത് പറയാനുണ്ട്. കൂടെയുള്ള സഹോദരന്മാരെന്നുള്ള വാക്ക് കണ്ടോ? രണ്ടാമത്തെ വാക്യം. ഈ അപ്പോസ്തലൻ്റെ പ്രവർത്തനം. മുമ്പ് ആരോ പ്രാർത്ഥിച്ചു ഐക്യതയോടെ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയണമേ. ട്രൂ യൂണിറ്റി കംസ് വെൻ വി ആർ ഓൾ ആർ യുണൈറ്റഡ് ഇൻ ഡോക്ട്രിൻ. ഉപദേശത്തിലെ ഐക്യത ഇല്ലാതെ ഒരു ഐക്യത നമുക്ക് കിട്ടത്തില്ല. ഉപദേശത്തിലെ ഐക്യത ആദ്യം വരണം. അപ്പോസ്തലൻ അതിനു വേണ്ടിയാണ് ഫൈറ്റ് ചെയ്തത് മൊത്തം. അപ്പോസ്തലനിലൂടെ ഉണ്ടായിരുന്ന കൂട്ടാളികളുണ്ട്. വി ഓൾസോ നീഡ് ദാറ്റ്. ഒറ്റയ്ക്കൊരു ക്രിസ്ത്യ ജീവൻ ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പോസ്തലൻ പറഞ്ഞു കേട്ടോ, കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. പൗൾ ആൻഡ് ബർണബാസ് അതൊരു ഗ്രൂപ്പാണ്. പൗലോസും ബർണബാസും, പൗലോസും തിമോത്തിയും, പൗലോസും സീലാസും, പൗലോസും ലൂക്കോസും, പൗലോസും മർക്കോസും, പൗലോസും അക്വില, പ്രിസില, ഇതെല്ലാം ഒരു ഗ്രൂപ്പാണ്. ഇവർ ഒരുമിച്ചാണ് പ്രവർത്തിച്ചത്. പൗലോസ് തന്നെയല്ല. ഈ ദിവസങ്ങളിൽ ദൈവസഭയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണണമെങ്കിൽ ഈ ഒരു ഐക്യത, ഉപദേശത്തിലുള്ള ഐക്യത, വിശ്വാസത്തിലുള്ള ഐക്യത, ആത്മാവിലുള്ള ഐക്യത നമുക്കുണ്ടെങ്കിൽ ദൈവം തൻ്റെ പ്രവൃത്തി ഈ സഭയിലും ചെയ്യും. ഞാനത് വിശ്വസിക്കുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ജെനുവിനായിട്ട് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമുക്ക് വേറൊരു ലക്ഷ്യവുമില്ല. നാം നമ്മുടെ പേരും പെരുമയും പ്രശംസിപ്പിക്കാൻ വേണ്ടി അല്ല നാം ഇവിടെ നിൽക്കുന്നത്. യേശുവിൻ്റെ നാമം മാത്രം ഉയരുവാൻ തക്കവണ്ണം. നാം ഉപവാസ പ്രാർത്ഥന ആ ദിവസത്തിൽ വായിച്ച സങ്കീർത്തനത്തിലൊരു ഭാഗമുണ്ട്. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ ദൈവം വിശ്വസ്ത നിമിത്തം അങ്ങേക്ക് മാത്രം മഹത്വം വരുത്തണമേ. ഇവിടെ ആത്മാക്കൾ കൂട്ടത്തോടെ ഈ സ്നാനജലത്തിൽ ഇറങ്ങിയാൽ ഇവിടെയുള്ള ആരുടെയും പേര് ഉയരരുത്. യേശുവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടണം. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ? ദൈവമേ, ഒരു 10 ആത്മാക്കളെങ്കിലും ഈ വർഷം നിത്യജീവൻ ഉടമയാകുവാൻ ഈ സഭ ഒരു മുഖാന്തരമാകണമേ എന്ന് പ്രാർത്ഥിക്കാമോ? അല്ലാതെ ഞങ്ങളെ ആളെ കൂട്ടണേ, ഞങ്ങൾക്ക് ആളെ കൂട്ടണേ എന്നല്ല പറയേണ്ടത്. നിത്യതയ്ക്ക് യോഗ്യരായി ഒരു 10 പേരെങ്കിലും ദൈവം. പ്രിയമുള്ളവരെ, ഒന്ന് ടെസ്റ്റ്. ഈ എബ്രായബാലന്മാർ പറഞ്ഞ പോലെ ഞാൻ പറയാം, ശാഖപദാർത്ഥം തന്നെ ഞങ്ങളെ 3 മാസം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ പോലെ ഞാൻ പറയാം, ഈ 3 മാസം ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി. ഞങ്ങളുടെ മഹത്വമല്ല, നിന്റെ നാമം ഉയരാൻ ഒരു 10 പേരെങ്കിലും ഇവിടെ ഈ സ്നാനജലത്തിൽ ഒന്ന് വരാൻ. ഞങ്ങൾ അനേകരോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. ഈ പ്രോമിനേഡിലൊക്കെ കയറി ഇറങ്ങി സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, ഒറ്റ വീട് പോലും വിടാതെ. അങ്ങനെയാണെങ്കിൽ അവരൊക്കെ കേട്ട് സുവിശേഷത്തിൻ്റെ ശക്തിയില്ലേ? ആ ശക്തി അവരെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. ലെറ്റ്സ് പ്രേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ എൻ്റെ ദൈവമേ, ഇപ്പോഴത്തെ ദുഷ്ടലോകം നമ്മെ വിടുവിക്കേണ്ടതിന്. അപ്പോൾ നമ്മൾ പറയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയ കർത്താവ് ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തെന്ന് പറയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്താ അറിയാമോ? കർത്താവ് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറഞ്ഞത്, നിങ്ങളെ ലോകം പയക്കുന്ന നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. കാരണം എന്താ? ആദ്യം അത് എന്നെ പയച്ചിരിക്കുന്നു. കാരണം എന്താ? ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു, നിങ്ങൾ ലോകക്കാരല്ല. ഈ ഒരു ചിന്ത നമുക്കുണ്ടോ? നമ്മൾ ലോകക്കാരല്ലെന്ന്. നമുക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ വലിയ വാല്യുബിൾ ആയിട്ടുള്ള പാസ്പോർട്ടുണ്ട്, പക്ഷെ നമ്മൾ ലോകക്കാരല്ല. നമുക്ക് കാനഡയുടെ പാസ്പോർട്ടുണ്ട്, നമ്മൾ ലോകക്കാരല്ല. നമുക്ക് ഇന്ത്യയുടെ പാസ്പോർട്ടുണ്ട്, പക്ഷെ നമ്മൾ ആ ഇന്ത്യക്കാരല്ല. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലോ. ലോകം നമ്മളെ പയക്കുന്നില്ല എങ്കിൽ നമ്മൾ ആശ്ചര്യപ്പെടണം. എന്താണ് ലോകം എന്നെ പയക്കാത്തത്? അതിന് കാരണം ഞാൻ ലോകവുമായി ചേർന്ന് പോകുന്നുണ്ട്. അല്ല, സുവിശേഷത്തിൻ്റെ സാക്ഷിയായി നോക്കിക്കേ. ഇതാണ് ഈ പഴയ നിയമത്തിലെ ഉദാഹരണവും പുതിയ നിയമ ഉപദേശവും തമ്മിൽ ചേർന്ന് പോകത്തില്ലെന്ന് പറയാൻ കാര്യം. ഈ സരാഫ്തയിലെ വിധവയുടെ കടമായിരുന്നു. കടം ഉണ്ടായിട്ടും അയലത്തുകാരനോട് നിന്ന് പാത്രം മേടിച്ചപ്പോൾ അവർ കൊടുത്തു, ഭയങ്കര സാക്ഷിയോ എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. നിങ്ങളുടെ അയലത്തുകാരനായ കത്തോലിക്കനോട് നിങ്ങൾ സുവിശേഷം പറഞ്ഞ് നോക്കിക്കേ, നിങ്ങളെ അവർ സ്നേഹിക്കുമെന്നില്ല അറിയാം. അപ്പോൾ അതെന്താ പുതിയ നിയമത്തിൽ ചേരാത്തെ? എൻ്റെ പ്രിയമുള്ളവരെ, പുതിയ നിയമം എൻ്റയർലി ഡിഫറെൻറ്റാണ്. അത് പഴയ നിയമത്തിൻ്റെ വാലല്ല പുതിയ നിയമം. ഇറ്റ്സ് എൻ്റയർലി ഡിഫറെൻറ്റ്. നിങ്ങൾ സുവിശേഷത്തിന് നിന്നാൽ നിങ്ങളെ ലോകം പകച്ചിരിക്കും എന്ന് പറഞ്ഞ് പയക്കാൻ നമ്മളൊന്നും അങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾ യഥാർത്ഥ സുവിശേഷത്തിൻ്റെ സാക്ഷികളാണെങ്കിലുണ്ടല്ലോ,
ലോകം നിങ്ങളെ സ്നേഹിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ എവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്താൽ യു വിൽ ബി ലവ്ഡ്. യു വിൽ ബി ലവ്ഡ്. ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ലോകത്തിൽ നിന്നും, വെറും ലോകമല്ല, ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടുവിക്കേണ്ടതിനാണ് നമ്മുടെ പാപങ്ങൾ നിമിത്തം. അവിടേക്ക് ഒരുപാട് നിൽക്കേണ്ടതാണ്. എന്താ അവിടെ നിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ മരണം, കർത്താവിൻ്റെ യാഗമരണം, ഇതൊന്നും നമ്മൾ ഓർക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിലുള്ള ആരാധന നമ്മുടെ ഉള്ളിൽ നിന്ന് വരത്തുള്ളൂ. ഇവിടെ എഴുതിയേക്കുന്നുണ്ടോ നമ്മുടെ പാപങ്ങൾ. അപ്പോൾ നിങ്ങൾ പറയാം, ഓ ഞാനങ്ങനെ ഒന്നും പാപം ചെയ്തിരുന്നില്ല, ഞാനൊരു മർത്തോമ കുടുംബത്തിലാണ് ജനിച്ചേ, ഞാനൊരു CSI കുടുംബത്തിലാണ് ജനിച്ചേ, ഞാൻ പറയും ഞാനൊരു പെന്തിക്കോസ്ത് കുടുംബത്തിലാണ് ജനിച്ചേ, ഞാനിവിടെ പാപം ചെയ്ത്. മനുഷ്യവർഗത്തിൻ്റെ ആക്ച്വൽ അവസ്ഥയാണ് പാപം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു, നിങ്ങൾ നേരിട്ട് വിശ്വാസ മാർഗത്തിലേക്ക് വന്നാൽ മതിയായിരുന്നു. അങ്ങനെ അല്ലല്ലോ, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതല്ലേ നിങ്ങൾ പറയുന്നേ. എന്തിൽ നിന്നാണ് രക്ഷിക്കപ്പെട്ടെ? എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെടേണ്ടി വന്നത്? നിങ്ങൾ പാപികളായിരുന്നുകൊണ്ട്. അപ്പോൾ ആ പാപം നിമിത്തമാണ് കർത്താവ് യഹൂദന്മാർ ഓടിച്ചിട്ട് പിടിച്ചത്. അവസാനം ഒരു റൂമിൽ കയറി കട്ടിലിനടി ഒളിച്ചിരുന്നപ്പോൾ കർത്താവിനെ അവർ വലിച്ചു കൊണ്ടുപോയി ക്രൂശിച്ചു. അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എന്റെ പാപത്തിന്റെ നികൃഷ്ടത അറിയാമായിരുന്നിട്ടും എന്നെ അനാദിയിൽ സ്നേഹിച്ചിരുന്നത് കൊണ്ട് അവൻ എന്നയ്ക്കു വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അതല്ലേ എഴുതിയേക്കുന്നേ? നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനാ? ഈ ദുഷ്ടലോകത്ത് തന്നെ വിടുവിക്കാൻ. ഒരു റിഫർബിഷ്ഡ് ലോകമല്ല ഇത്. പന്നം പിടിച്ച ലോകമായിരുന്നു, അതെല്ലാം നന്നാക്കി റിഫർബിഷ്ഡ്. ഇത് റിഫർബിഷ്ഡ് ഫോണുണ്ട്. ഇപ്പോൾ $600 പുതിയ ഫോണ് റിഫർബിഷ് ചെയ്താൽ $300 കിട്ടും. അങ്ങനെയുള്ള വെബ്സൈറ്റുകളുണ്ട്. അതുപോലെ ഈ ലോകത്തെ ഒന്ന് പുതുതാക്കുകയല്ല ദൈവം ചെയ്തത്, നമ്മെ പുതുതാക്കുകയാണ് ചെയ്തത്. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല, ഈ ലോകം നമുക്ക് യോഗ്യമല്ല. ഇവിടെ ജീവിക്കാനും ഇവിടെ വസിക്കുവാനുമല്ല ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ദുഷ്ടലോകത്തിൽ നിന്ന് തന്നെയാണ് ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. God is not interested in improving this world and make us comfortable here, but in delivering us from it. അതുകൊണ്ട് നമ്മുടെ പ്രയോറിറ്റീസ് മാറണം. ഇവിടെ കംഫർട്ടബിൾ ആകുക എന്നുള്ളത് പ്രയോറിറ്റി മാറി. എൻ്റെ ദൈവമേ, നിത്യതയാണല്ലോ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ നിത്യതയ്ക്കു വേണ്ടി ദർശനം, അല്ലെങ്കിൽ ആ ഓട്ടം സ്ഥിരതയോട് ഓടാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, I have chosen you out of the world. എന്തിനാണ് കർത്താവ് മരിച്ചത്? നമ്മുടെ നികൃഷ്ടമായ പാപങ്ങൾ നിമിത്തം. അതിനുള്ള ബന്ധത്തിൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ജോൺ ചാപ്റ്റർ 10 വേഴ്സ് 7 and 8. അപ്പോൾ ആരാ കൊടുത്തേ? പുത്രൻ സ്വയമായി എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതാ. 5:2 എഫേസ്യർ പറഞ്ഞിട്ട്, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. എബ്രായലേഖനം 9:14 പറഞ്ഞിരിക്കുന്നത്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കിയ ഒരു ഭക്തന് ഒരിക്കലും ഉറപ്പില്ലാതെ ക്രിസ്ത്യ ജീവിതം ചെയ്യുവാൻ കഴിയില്ല. അവൻ ഭയങ്കര ഉറപ്പാണ്. കാരണം ആ രക്തത്തിൻ്റെ ശക്തിയാണ് എന്നെ വീണ്ടെടുത്തത്. ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. 9:14 നിങ്ങൾ കാണാൻ പഠിക്കണം. നിത്യാത്മാവിനാൽ ദൈവത്തിനെ ഒന്ന് വായിച്ചേ. നിങ്ങളുടെ പഴയകാല ജീവനില്ലാത്ത പ്രവൃത്തികളുണ്ടല്ലോ, അതിൽ നിന്നും നിങ്ങളെ പോക്കുവാൻ ശക്തിയുള്ളതാണ് യേശുവിന്റെ പുണ്യാഹ രക്തം. അത് നിങ്ങൾ മനസ്സിലാക്കണം.
ആ വിടുതലാണ് നമുക്ക് പ്രാപിച്ചതെങ്കിൽ വീണ്ടും പഴയകാല പ്രവൃത്തിയുടെ ബാക്കി പത്രമാണെന്ന് പറഞ്ഞ് അതിലേക്ക് തിരിഞ്ഞു പോകരുത്. സ്തോത്രം. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വായിച്ച ഭാഗത്തേക്ക് മടങ്ങി വരാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. രക്ഷയോടുള്ള ബന്ധത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 വാക്കുകളാണത്. എന്തറിയാമോ? ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് അഭക്തനായ പാപികളോട് കാട്ടുന്ന അനർഹമായ കരുണയാണ് കൃപ. ഇതിന് പാത്രീഭൂതരാണ് നമ്മളെല്ലാവരും. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് അഭക്തനായ പാപിയോട് കാട്ടുന്ന അനർഹതയുള്ള, എന്നാൽ അർഹിച്ചിട്ടല്ല, അനർഹമായ ദൈവത്തിൻ്റെ കരുണയാണ് ദൈവകൃപ. ദൈനംദിനത്തിൽ നാം ദൈവകൃപയുടെ ഉപഭോക്താക്കളാണ്. പൗലോസ് തൻ്റെ ജീവിതത്തിൽ ഒരു ശൂലം പിശാചിൻ്റെ ദൂതനെ തന്നെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം. അദ്ദേഹം പറയുക, ഇതെന്നെ വിട്ടുമാറേണ്ടതിന് ഞാൻ 3 പ്രാവശ്യം ദൈവത്തോട് യാചിച്ചു, എന്നാൽ കർത്താവ് മറുപടി തന്നു, അതവിടെ ഇരിക്കട്ടെ, പക്ഷെ എൻ്റെ കൃപ ഞാൻ നിനക്ക് തരാം. അപ്പൊ അവിടെ കൃപ എന്ന് പറയുന്നത് ദൈവഹിതം നമ്മളിൽ നിവർത്തിപ്പാൻ ദൈവം അനുവദിച്ചു വരുന്ന വിഷയങ്ങളുടെ നടുവിൽ നിൽക്കാനുള്ള ദൈവശക്തിയാണ് ദൈവകൃപ. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കൃപ എന്ന് പറയുന്നത് കേട്ട വചനം വിശ്വസിക്കാൻ തക്കവണ്ണം രക്ഷാകരമായ ദൈവകൃപ. Faith that led me to salvation. രക്ഷാകരമായ ദൈവകൃപ. അത് എന്ത് വില മുടക്കിയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചത്? ഒരു വിലയും മുടക്കിയില്ല. ഉയരത്തിൽ നിന്നുള്ള ജനനം, കേട്ട വചനത്തിൻ്റെ ശക്തി, ഈ ആത്മാവും വെള്ളവും എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, വചനമാകുന്ന വെള്ളവും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും എൻ്റെ ഉള്ളിൽ വ്യാപരിച്ചപ്പോൾ എൻ്റെ പഴയകാല ജീവിതത്തെ പറ്റിയുള്ള ബോധ്യം എന്നിലുളവായി, ഞാൻ പാപിയാണെന്നുള്ള ബോധ്യം എന്നിലുളവായി, പാപത്തിന് പരിഹാരമായി ഏക മാർഗമേ ഉള്ളൂ എന്ന് ബോധ്യമായി യേശുവിന് മുമ്പിൽ ഞാൻ അടിയറ പറഞ്ഞതാണ് രക്ഷാകരമായ വിശ്വാസം. അല്ലേ? അതാണ് രക്ഷാകര വിശ്വാസം. ഇവിടെ പറയുന്നത് കൃപ. ഒരു ദൈവദാസൻ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, കൃപ instead of looking for grace, instead of looking for good men whom it may approve, grace is looking for condemned, guilty, speechless, helpless men whom it may save, sanctify and glorify. നമ്മളൊരാളെ തിരഞ്ഞെടുക്കുമ്പോൾ യോഗ്യരായവരെ തിരഞ്ഞെടുക്കും. പക്ഷെ കൃപ യോഗ്യരായവരെ അല്ല കണ്ടെത്തിയത്, നല്ല മനുഷ്യരെ അല്ല കൃപ കണ്ടെത്തിയത്. അവരെ അംഗീകരിക്കുന്നതിന് പകരം കുറ്റക്കാരായ, മൂകരായ, നിസ്സഹായരായവരെ കണ്ടെത്തി അവരെ രക്ഷിക്കുന്നു, ഗുണീകരിക്കുന്നു, അവരെ മഹത്വീകരിക്കുന്നു. അതാണ് ദൈവകൃപ, രക്ഷാകരമായ ദൈവകൃപ. സമയം പോകുന്നു മുന്നോട്ട്. 2ാമത്തെ പദമാണ് ഇവിടെ കാണുന്നത്, സമാധാനം. എന്താണ് സമാധാനം? നമുക്ക് റോമാലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട്. അപ്പോൾ അതിനു മുമ്പേ എന്തോ ഇല്ലായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധനായ ദൈവസന്നിധിയിൽ ഒരു മനുഷ്യനും തൻ്റെ പ്രവൃത്തി കൊണ്ട് നീതീകരിക്കപ്പെട്ട് നിൽക്കാൻ കഴിയില്ല. അവരെല്ലാം അവരുടെ പ്രവൃത്തികളെല്ലാം കറപുരണ്ട തുണിയാ. അങ്ങനെ നിൽക്കുന്ന നമ്മെ പുത്രന്റെ നീതി നമുക്ക് കണക്കിട്ട് നീതീകരിക്കപ്പെട്ടവനാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ എനിക്കിപ്പോ പിതാവിന്റെ സന്നിധിയിൽ അറച്ചും വിറച്ചുകൊണ്ടല്ല ഞാൻ കടന്നു വരുന്നത്, മക്കളെന്ന പദവിയോടുകൂടെ എനിക്ക് കടന്നു വരുവാൻ സാധിക്കും. Because I am justified not by my works but by his grace. അവന്റെ കൃപയാൽ ഞാൻ നീതീകരിക്കപ്പെട്ടവനാ. എനിക്കിപ്പോ എന്തോ ഉണ്ട്? സമാധാനമുണ്ട്. 3, 4, 5 അല്ലെങ്കിൽ ആ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളുടെ സമ്മറി നിങ്ങളൊന്ന് ചിന്തിച്ചാൽ അതോർത്തിട്ട് പൗലോസ് പറയുക, അവന്, ആർക്കാ? അവർക്കെന്നല്ല, അവന്. ആരായി അവൻ?
എനിക്ക് വേണ്ടി യാഗമായവൻ, അവന്റെ രക്തത്താൽ എന്നെ വിലക്ക് വാങ്ങി, പിതാവുമായി എന്നെ സമാധാന ബന്ധത്തിലാക്കി, എന്നെ നീതീകരിക്കപ്പെട്ടവനായി. ഞാനിപ്പോൾ ഒരു പാപിയല്ല, ഞാനിപ്പോൾ ഒരു ദൈവവൈതല. അവന് നിത്യമരണത്തിന് അടിമയായിരുന്ന എനിക്ക് നിത്യജീവന്റെ ഉടമസ്ഥനാക്കി എന്നെ ഇപ്പോൾ ദൈവസന്നിധിയിൽ നിർത്തുമാറാക്കി. അവന് 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 ആരാധനയായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കണമെന്ന് തോന്നിയാൽ നമ്മെ എവിടെ നിന്ന് ദൈവം രക്ഷിച്ചുവെന്ന് നോക്കിയാൽ മതി. മുഴുമഹത്വവും മുഴുബലവും മുഴു ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് അവൻ എന്നേക്കും മഹത്വം എന്ന് പറയാൻ കഴിയും. എത്ര പേർക്ക് അതിനുള്ള ധൈര്യമുണ്ട്? എത്ര പേർക്ക് അതിനുള്ള ദൈവത്തോട് സ്നേഹമുണ്ട്? അവൻ എന്നേക്കും മഹത്വം. കൃപ പകർന്ന് രക്ഷിക്കപ്പെടുവാൻ ഇടയാക്കി. വിശ്വാസകരമായ ദൈവകൃപ തന്നു. അർഹതയില്ലാത്ത സ്ഥാനത്താണ് നൽകിയത്. അവൻ എന്നേക്കും മഹത്വം, അവൻ എന്നേക്കും പുകഴ്ച, അവൻ എന്നേക്കും ആരാധന. അടുത്തത്, ഇന്നെനിക്കിപ്പോ അറച്ചും മറച്ചുമല്ല ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഞാൻ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു വരിക. ചെന്നിട്ട് ഒരു മധ്യസ്ഥൻ മുഖാന്തരമല്ല എന്റെ യാഗങ്ങളെ ഞാൻ അർപ്പിക്കുന്നത്. ഒരു മധ്യസ്ഥനുമില്ലാതെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നിട്ട് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കൃപാസനത്തിലേക്ക് ഓടി വരുവാൻ പദവി ലഭിച്ചവരാണ് നാം. അവൻ അവൻ അവന് എന്നേക്കും മഹത്വം. അർപ്പിക്കാൻ കഴിയുമോ? അങ്ങനെയാണ് യാതൊരു പരിധിയും കൂടാതെ, ഒരു ചടങ്ങുകളുടെ ആവശ്യമില്ലാതെ, ആരുടെ ഹെൽപ്പ് കൂടാതെ, ഒരു പാട്ടിന്റെ സഹായമില്ലാതെ, ഒരു ഇൻസ്ട്രുമെന്റിന്റെ സഹായമില്ലാതെ ഇന്ന് രാവിലെ അവനെ സ്തുതിക്കുവാൻ നിങ്ങൾ ബന്ധപ്പെടണം. സമയപരിധി കൂടാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, രക്ഷയെ ചൊല്ലി, എന്നെ വീണ്ടെടുത്തതിനെ ചൊല്ലി, എന്റെ ശാപം മാറ്റിയതിനെ ചൊല്ലി, എന്നെ രക്ഷിച്ചതിനെ നോക്കി അവൻ എന്നേക്കും മഹത്വം, അവൻ എന്നേക്കും മഹത്വം, അവന് മാത്രം മഹത്വം. പൗലോസ് പറയാ, എന്നിട്ടാണ് പൗലോസ് അവതരിപ്പിക്കുന്നത് തന്റെ വിഷയം. ഈ ദൈവം, അർഹതയില്ലാത്ത എന്നെ രക്ഷിച്ച ദൈവം, എൻ്റെ സകലത്തിൻ്റെ, എൻ്റെ പാസ്റ്റ് മുഴുവനും തുടച്ചു മാറ്റിയെന്നേ. എൻ്റെ പ്രിയമുള്ളവർ, പാസ്റ്റിൽ എനിക്ക് ജീവിക്കാൻ ഞാൻ പലപ്പോഴും തിരിച്ചു പോകാറുണ്ട്. പഴയകാല അബദ്ധങ്ങളൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ എഫക്റ്റുകളെ ദൈവം തുടച്ചു നീക്കിയതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്കും ദൈവതല നിലയിൽ നിൽക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ യാതൊരു റൂട്ടുമില്ലാതെ അതെല്ലാം കരിച്ചു കളഞ്ഞ് ഇന്ന് ദൈവസന്നിധിയിൽ മക്കളെന്ന പദവിയോടെ നിൽക്കുവാൻ കഴിഞ്ഞ ഒരു നിലയിലേക്ക് ഗലാത്യ സഭയിലെ വിശ്വാസികളെ കൊണ്ടുവന്നിട്ട് പുള്ളി പോയപ്പോഴത്തേന് വേറെ ആൾക്കാർ കയറി വന്ന് അതിലൂടെ മറിച്ച് കളഞ്ഞപ്പോൾ പുള്ളി പറയുക, ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല, ഇതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. കൊരിന്ത ലേഖനത്തിൽ അതിന് എഴുതിയിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കല്ലികയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. സർപ്പമൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങൾക്ക് ക്രിസ്തുവിൽ നിന്നുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഭയപ്പെടണം പ്രിയമുള്ളതേ. ക്രിസ്ത്യ ജീവിതം ചെറിയതല്ല, ഇത് മൂല്യമുള്ളതാ. നമുക്ക് വേണ്ടി വില മുടക്കിയത് മൂല്യമുള്ള വിലയാ. അത് പൊന്ന് വെള്ളി മുതലായ വഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താലത്രേ. പത്രോസ് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് വിലയേറിയ. വിലയേറിയ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ വാഗ്ദത്തങ്ങൾ അത് വിലയേറിയതാ. നമുക്ക് വേണ്ടി അവിടെ വെച്ചിരിക്കുന്ന അവകാശം അത് വിലയേറിയതാ. അതിനേക്കാൾ വിലയേറിയതാ അവൻ എന്നെ രക്ഷിച്ച രക്തം, വിലയേറിയ രക്തം. അങ്ങനെ ആണെങ്കിൽ അടുത്ത വാക്യങ്ങളിൽ ഞാനത് ഇപ്പോൾ പറയുന്നില്ല, ദൈവം അനുവദിച്ചാൽ പറയാം. വിശ്വാസത്താലുള്ള നീതീകരണം, ആ നീതീകരണം പ്രാപിച്ച് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു വന്ന ദൈവത്തിനോട് പറയാ, ഇത് പോരാ, ഇത് പോരാ. എന്ത് പോരാന്ന്? പ്രമാണം കൂടെ വേണം. നോ, ഇറ്റ് ഹാസ് ബീൻ ഡൺ അവേ. ഞാൻ പ്രവാചകന്മാരെയും പ്രമാണത്തെ നീക്കുവാനുള്ള നിവർത്തിപ്പാൻ അത്ര വന്നത്.
ഇന്നും മനുഷ്യന്റെ യാതൊരു പ്രവൃത്തിയും ദൈവസന്നിധി നീതിയോടെ അവൻ ഏറ്റെടുക്കുന്നില്ല. കാരണം അവൻ അത്രയ്ക്ക് പരിശുദ്ധനാ. നാം ക്രിസ്തുവിലാണ് ചരിക്കുന്നത്, നാം ക്രിസ്തുവിലാണ് വസിക്കുന്നത്. ആ ഒരു ഉറപ്പ് എനിക്ക് നിങ്ങൾക്കും വേണം. ഈ സുവിശേഷത്തിന് വിരുദ്ധമായി വേറെ ആര് സുവിശേഷം പറഞ്ഞാലും ഏറ്റെടുക്കാതെ ഉറപ്പോടെ വിശ്വാസത്തിനു വേണ്ടി അടിയുറച്ചു നിൽക്കുന്ന ഒരു കൂട്ടരായി നിങ്ങൾ മാറുവാനാണ് ഞങ്ങളെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് സമർപ്പിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? യഥാർത്ഥ സുവിശേഷത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ. അതാ യൂദാലേഖനം പറയുന്നത്. അവിടെ പറയുന്ന ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞാൽ ആ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഉപദേശമാണ് അവിടെ പറയുന്നത്. വിശുദ്ധന്മാർക്കായി ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസം. ആ വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പോരാടണം. അതെത്ര നഷ്ടം വന്നാലും പോരാടണം. അവിടാണ് 10-ാം വാക്യത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. എന്താ 10-ാം വാക്യം? അതെന്താണെന്ന് പറയട്ടെ. പൗലോസ് ബേസിക്കലി ഒരു യഹൂദനാണ്. അദ്ദേഹത്തിനെതിരെയുള്ള പ്രധാന ആരോപണം എന്ന് പറഞ്ഞാൽ, നീ യഹൂദൻ്റെ അടുത്ത് വരുമ്പോൾ പ്രമാണം പറയും, അതിൻ്റെ അടുത്ത് പോകുമ്പോൾ പ്രമാണം പറയത്തില്ല, നിന്റെ ദൂത് രണ്ടും രണ്ടാ. പൗലോസ് പറയാ, നോ, ഞാൻ മനുഷ്യരെയാണോ പിന്നെ പ്രസാദിപ്പിക്കുന്നത്? ഞാൻ ദൈവത്തെയാണോ സന്തോഷിപ്പിക്കുന്നത്? അങ്ങനെ ഞാൻ മനുഷ്യരെ സന്തോഷിപ്പിക്കാൻ നോക്കുകയാണോ? മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കാൻ കഴിയില്ല. ഇത് രണ്ടും പറ്റും. ഇന്ന് തീരുമാനമെടുക്കാം. തീരുമാനം നമ്മുടേതാ. ഒന്നുകിൽ മനുഷ്യരെ പ്രസാദിപ്പിച്ച് ജീവിച്ചു, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിൽക്കണം. അതിന് പക്ഷേ ഒരു കാര്യമുണ്ട്, വില മുടക്കാൻ തയ്യാറാകണം. അതാ കർത്താവ് പറഞ്ഞേ, ആരെങ്കിലും എന്നെ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ക്രൂശ് എടുക്കണം. ക്രൂശ് എടുക്കുമ്പോൾ അനേകർ പറയും, നീ ഒരു കുറ്റവാളിയാ, അതുകൊണ്ടല്ലേ നീ ക്രൂശ് എടുത്തേ. ക്രൂശിൻ്റെ അവസാനം ഗോൽഗോത്തയാ, കാൽവറിയാ. മരിക്കാൻ തയ്യാറുണ്ടോ? ഒറ്റയ്ക്ക് നിൽക്കാൻ തയ്യാറുണ്ടോ? സുവിശേഷത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തയ്യാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവരെ ക്രിസ്തുവിന് ശിഷ്യനായിരിക്കാൻ കഴിയുള്ളൂ. ആ ഒരു ജീവിതത്തിന് വേണ്ടി എത്ര പേർ സമർപ്പിക്കാൻ തയ്യാറുണ്ട്? നമുക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും. മൊത്തം വിശദമാക്കുവാൻ എനിക്ക് സാധിച്ചില്ല. ദാറ്റ്സ് ഓക്കെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. എത്ര പേർക്ക് തയ്യാറുണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷികളായി ഉറച്ചു നിൽപ്പാൻ? ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്നെ രക്ഷിച്ച രക്ഷ അത് നിത്യരക്ഷയാണ്. നിത്യസ്നേഹത്താലാണ് എന്നെ രക്ഷിച്ചത്. ആ വിശ്വാസം എനിക്ക് ദാനമായി നൽകി തന്ന രക്ഷാകരമായ വിശ്വാസത്തിലേക്ക് അവൻ എന്നെ നയിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൽ അടിയുറച്ചു നിൽക്കും. സ്വാതന്ത്ര്യത്തിനായിട്ട് അവൻ എന്നെ സ്വതന്ത്രനാക്കി. ഇനി ഞാൻ ഈ അടിമനകുത്തിൽ കുടുങ്ങത്തില്ല. ഇനി ഞാൻ പിന്നിലേക്ക് പോകത്തില്ല. ഞാൻ എൻ്റെ ലാക്ക് വിരുദ് അതെനിക്കറിയാം, അത് നിത്യജീവനാണ്. നിത്യജീവനെ പിടിക്കാൻ വേണ്ടി ഞാൻ ഓടുക. ആ ഓട്ടം സ്ഥിരതയോട് ഓടാൻ എനിക്ക് തൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട്. ആകയാൽ നാമും ഇത്ര വലിയ സാക്ഷികൾ, ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന സകല പാപവും വിട്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോട് ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്ക്. എബ്രായർ 3:2 പറയുന്നത്, നമ്മുടെ മഹാപുരോഹിതനെ ശ്രദ്ധിച്ചു നോക്കുക. അങ്ങനെ നോക്കി ഈ ജീവിതകാലം മുന്നോട്ട് നയിപ്പാൻ, ഒരു നല്ല അന്ത്യം പ്രാപിപ്പാൻ. ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ഓടാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കേട്ട വചനത്തിന് നമ്മെ തന്നെ സമർപ്പിച്ച് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you, Jesus. Thank you, Lord. What is the true gospel? It is of a God who came down to save sinners like us. Let us